സർവനാശഹേതുവായ പ്രളയത്തിനു ശേഷം നിദ്രാവലംബിതനായിരുന്ന വിഷ്ണു ഭഗവാന്റെ തിരുനാഭിയിൽ നിന്നും ഒരു ചെന്താമര മുളച്ചു. ആ താമരയിൽ നിന്നും ബ്രഹ്മദേവൻ സമുത്ഭൂതനായി. അദ്ദേഹം ആദ്യമായി സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന 4 പേരെ സൃഷ്ടിച്ചു. അവർ 4 പേരും ചിരഞ്ജീവികളായ മുനികളായി തീർന്നു. നാൻമുഖൻ അവരോട് മേലിലുള്ള സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ അതിന് വൈമുഖ്യം പ്രകടിപ്പിച്ചതിനാൽ കോപാന്ധനായി ഭവിച്ച കമലാസനന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും 11 രുദ്രന്മാർ സംജാതരായി. പൊതുവെ അവർ മൃഢൻ എന്നറിയപ്പെടുന്നു. അവരിൽ ഒരാളാണ് ആദിമനു. വിരിഞ്ചന്റെ നിയോഗത്താൽ പിന്നീടുള്ള സൃഷ്ടികൾ മൃഢന്മാർ നടത്താൻ തുടങ്ങി. ഭയങ്കര രൂപികളായ രുദ്രഗണങ്ങളെയാണ് അവർ സൃഷ്ടിച്ചത്. അത് കണ്ട് അരവിന്ദോത്ഭവൻ അവരുടെ സൃഷ്ടി മതിയാക്കി സ്വയം സൃഷ്ടി ആരംഭിച്ചു. മലർമകന്റെ മനസ്സിൽ നിന്നാണ് പിന്നീടുള്ള സൃഷ്ടിയുടെ തുടക്കം. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു എന്ന 7 പേർ അദ്ദേഹത്തിന്റെ മാനസപുത്രന്മാരായി ഉത്ഭവിച്ചു. അവർ 7 പേരും ബ്രഹ്മർഷികളായി തീർന്നു. അവരെ കൂടാതെ നാൻമുഖന് വേറെയും നന്ദനന്മാരുണ്ടായി. അവർ മാനസപുത്രന്മാരല്ലെന്ന് മാത്രം. അവരിൽ ഒരാളാണ് കർദ്ധമൻ, അല്ലെങ്കിൽ കർദ്ധമ പ്രജാപതി. അദ്ദേഹത്തിന് പുരുഹൂത എന്ന ധർമ്മപത്നിയിൽ 9 നന്ദിനികളുണ്ടായി. അവരിൽ 7 പേരെ മുൻപറഞ്ഞ 7 മുനികൾ തങ്ങളുടെ ഭാര്യമാരായി സ്വീകരിച്ചു. അവരിൽ ഹവിർഭു എന്ന കർദ്ധമപുത്രിയെ പുലസ്ത്യൻ പാണിഗ്രഹണം ചെയ്തു. രാവണാദികളുടെ പൂർവിക പിതാവ് പുലസ്ത്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥ പ്രത്യേകം എടുത്തു പറയുന്നത്. ആദ്യ സൃഷ്ടിക്ക് ശേഷം വർഷങ്ങൾ സഹസ്രക്കണക്കിന് കഴിഞ്ഞു. ലോകത്തിന്റെ ഗതിയും സ്ഥിതിയും പാടെ വ്യത്യസ്തമായി. അതിനിടയിൽ ദേവകളും അസുരകളും ഗന്ധർവ കിംപുരുഷ കിന്നരാദികളുമുണ്ടായി. ദേവാസുരന്മാർ തമ്മിൽ അടിക്കടി യുദ്ധങ്ങളും നടന്നുകൊണ്ടിരുന്നു. അക്കാലത്ത് പുലസ്ത്യമുനി വീണ്ടും തപസ്സു ചെയ്യാനായി പുറപ്പെട്ടു. ധർമ്മപത്നിയായ ഹവിർഭുവിനെ വെടിഞ്ഞ് അദ്ദേഹം മേരുപർവ്വത സാനുപ്രദേശത്ത് തൃണബിന്ദു എന്ന താപസന്റെ ആശ്രമത്തിൽ തപോനിഷ്ഠ ആചരിച്ച് ജീവിതം നയിച്ചു. കാലം കുറെ കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ പ്രത്യാഗമനം കാണായികയാൽ വ്യാകുല ചിത്തയായി ഹവിർഭുവ് കാന്തനെ തിരക്കി കാന്താരത്തിലെത്തി. ലാവണ്യവതിയായ ഒരു തരുണിയുടെ രൂപത്തിൽ ഹവിർഭുവ് ആ വനാന്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ തൃണബിന്ദൻ എന്ന ഒരു രാജാവ് അവളെ കാണാനിടയായി. സന്താനരഹിതനായിരുന്ന അദ്ദേഹം അവളെ തന്റെ പുത്രിയായി സ്വീകരിച്ചു. ഹവിർഭുവ് തന്റെ പരമാർത്ഥം അരജനെ ധരിപ്പിച്ചതുമില്ല. അക്കാലത്ത് പുലസ്ത്യന്റെ ആശ്രമ പ്രാന്തത്തിൽ കുളിക്കാനായി എന്നും ചില മുനികന്യകമാർ വരാറുണ്ടായിരുന്നു. മഹർഷിപ്രവരന് അത് തീരെ അസഹ്യമായി തോന്നിയതിനാൽ ഇനി ഇവിടെ വരുന്ന ഏതു കാമിനിയും ഗർഭവതിയായി പോകട്ടെ എന്ന് ശപിച്ചു. ഹവിർഭുവ് നിത്യവും ഭർത്താവിനെ അന്വേഷിച്ച് പല പർണശാല സങ്കേതങ്ങളിലും ഗൂഢമായി സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു ദിവസം പുലസ്ത്യമുനി ഒരു ആശ്രമത്തിൽ വേദമുരുവിട്ടുകൊണ്ട് ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ടു. ഭർതൃദർശനത്താലുണ്ടായ ആനന്ദത്താൽ അവൾ കുറെ നേരം ആ വേദം ശ്രവിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നുപോയി. അത്ഭുതം! അവൾ പെട്ടെന്ന് ഗർഭവതിയായി തീർന്നു. സങ്കടത്തോടെ അവൾ ആ വിവരം വളർത്തുപിതാവിനെ ധരിപ്പിച്ചു. പുലസ്ത്യന്റെ ശാപഫലം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്ന് തൃണബിന്ദന് മനസ്സിലായി. അദ്ദേഹം പുത്രി സമേതം പുലസ്ത്യ സന്നിധിയിലെത്തി സങ്കടം അറിയിച്ചു. ദിവ്യചക്ഷുസിനാൽ അവളുടെ പരമാർത്ഥം ഗ്രഹിച്ച മഹർഷി ഒട്ടും മടികൂടാതെ അവളെ തന്റെ പത്നിയായി സ്വീകരിച്ച് ആശ്രമത്തിൽ കൂടെ താമസിപ്പിച്ചു. കാലവിളംബമന്യേ ആ ധന്യാംഗി അതിതേജസ്വിയായ ഒരു ബാലനെ പ്രസവിച്ചു. വേദം വിശ്രവിച്ചുകൊണ്ട് ഗർഭം ധരിച്ചതിനാൽ ആ കുട്ടിക്ക് പിതാവ് അന്വർത്ഥമായി വിശ്രവസ് എന്ന നാമം നൽകി. അച്ഛനെ പോലെ മകനും കാലാന്തരത്തിൽ വിശിഷ്ടനായ ഒരു മഹർഷിയായി തീർന്നു. ഭരദ്വാജ മഹർഷിക്ക് അലംബുസ എന്ന അപ്സരനാരിയിൽ എളിബിള എന്ന ഒരു പുത്രിയുണ്ടായിരുന്നു. ആ കന്യകാരത്നത്തെ വിശ്രവസ് വിവാഹം ചെയ്തു. അജിരേണ ആ ദമ്പതികൾക്ക് ഒരു പുത്രനുണ്ടായി. അദ്ദേഹമാണ് വിശ്രുത കീർത്തിമാനായ വൈശ്രവണൻ. അനവധി വർഷങ്ങൾ അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്തതിന്റെ ഫലമായി നാൻമുഖൻ അദ്ദേഹത്തിന് അഷ്ടദിക്പാലകത്വവും കുബേരത്വവും അതോടൊപ്പം അതിദിവ്യമായ പുഷ്പകമെന്ന ഒരു വിസ്മയ വിമാനവും ദാനം ചെയ്തു. എത്രയാളുകൾ കയറിയാലും അവർക്കെല്ലാവർക്കും അതിൽ സുഖമായി ഇരിക്കാൻ തക്കവണ്ണം
അതിൻ്റെ ദീർഘവിസ്താരങ്ങളും മുഴുപ്പും വർദ്ധിക്കും. അതാണ് അതിനുള്ള ഒരു പ്രത്യേകത. വരപ്രസാദവും വിമാനവും ലഭിച്ചതിന് ശേഷം വൈശ്രവണൻ പിതാവിനെ ചെന്ന് കണ്ട് വന്ദിച്ച് തനിക്കിരുന്ന് വാഴുവാൻ യോഗ്യമായൊരു സ്ഥലം നിർദ്ദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. വിശ്രവസ് അരുളി ചെയ്തു, ദക്ഷിണ സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് ത്രികൂട പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ ലങ്ക എന്ന ഒരു മനോഹര നഗരമുണ്ട്. രക്ഷോവരന്മാർക്ക് വേണ്ടി വിശ്വകർമാവ് പണ്ട് നിർമ്മിച്ച വിശ്വവിഖ്യാത പുരമാണത്. അവിടെ നീ പോയി ദിക്പാലകത്വവും കുബേരത്വവും വഹിച്ച് സുഖമായി വാഴുക. ഇപ്പോൾ അവിടെ ആരുമില്ല. രാക്ഷസന്മാരുടെ രാജ്യമായിരുന്നു അത്. ദേവകളുമായി അവർ യുദ്ധത്തിന് പുറപ്പെട്ടതിന്റെ ഫലമായി ലോകരക്ഷകനായ മഹാവിഷ്ണു അവരെ നിശേഷം തോൽപ്പിച്ച് പാതാളത്തിലേക്ക് ഓടിച്ചു. പല വീരരാക്ഷസന്മാരും ആ സമരത്തിൽ ചരമമടഞ്ഞു. ശേഷിച്ചവരാണ് പാതാളത്തിലേക്ക് പലായനം ചെയ്തത്. പിതാവിന്റെ അരുളപ്പാടനുസരിച്ച് വൈശ്രവണൻ ലങ്കാധിപതിയായി സ്വയം അഭിഷിക്തനായി. തന്റെ ധനപ്രമത്തതയാൽ അദ്ദേഹം ആ നഗരം ഒന്നുകൂടി പരിഷ്കരിച്ചു. സ്വർണമയങ്ങളായ അനവധി മണിഹർമ്മ്യങ്ങളും കോട്ടകളും ഗോപുരങ്ങളും അവിടെ നിർമ്മിച്ചു. അങ്ങനെ അവിടെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടെ അദ്ദേഹം വാഴാൻ തുടങ്ങി. ആദ്യകാലത്ത് ബ്രഹ്മാവിൽ നിന്നും മുൻപറഞ്ഞ 7 മഹർഷികളും പിന്നീട് മൃഢന്മാരും വസിഷ്ഠൻ, ദക്ഷൻ, കർദമൻ, നാരദൻ, ജാംബവാൻ, ഗർഗൻ, സരസ്വതി തുടങ്ങിയവരും സംജാതരായി. അവരെല്ലാം സ്വയംഭൂവായി ഉണ്ടായിട്ടുള്ളവരാണ്. സ്വയംഭൂവായിട്ടുള്ള ആ സൃഷ്ടി അവസാനിപ്പിച്ച് സാരസ്വൽഭവൻ പിന്നീട് തൻ്റെ തനുവിൻ്റെ വലത്തുഭാഗത്തു നിന്ന് ഒരു പുരുഷരൂപത്തെയും ഇടത്തുഭാഗത്തു നിന്ന് ഒരു സ്ത്രീ രൂപത്തെയും സൃഷ്ടിച്ചു. പുരുഷരൂപത്തിന് മനു എന്നും സ്ത്രീ രൂപത്തിന് ശതരൂപ എന്നും അദ്ദേഹം നാമധേയങ്ങൾ നൽകി. അവരെ കൊണ്ട് ദാമ്പത്യബന്ധം അനുവർത്തിപ്പിച്ച് പിന്നീടുള്ള സൃഷ്ടികൾ അവർ മൂലം പരമ്പരാഗതമായി വർദ്ധിപ്പിച്ചു. ആ സൃഷ്ടി പരമ്പരകളിൽപ്പെട്ട 2 വർഗമാണ് രാക്ഷസന്മാരും യക്ഷന്മാരും. രാക്ഷസവർഗത്തിൽ പണ്ട് ഉത്തമന്മാരായി ഹേതി എന്നും പ്രഹേതി എന്നും പേരുകളോട് കൂടിയ 2 സഹോദരന്മാർ ഉണ്ടായി. ജ്യേഷ്ഠനായ ഹേതി കാലന്റെ കനിഷ്ഠ സോദരിയെ വിവാഹം കഴിച്ചു. അനുജനായ പ്രഹേതി അവിവാഹിതനായി നിത്യബ്രഹ്മചാരിയായും കഴിഞ്ഞുകൂടി. സൽഗുണശീലനായ ഹേതിക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ ജനിച്ചു. യമധർമ്മന്റെ ഭാഗിനേയനായ അവന് വിദ്യുൽകേശൻ എന്നായിരുന്നു പേര്. സന്ധ്യാപുത്രിയായ സാലകടംകട എന്ന സുന്ദരീലലാമത്തെ അവൻ പരിഗ്രഹിച്ചു. വിവാഹാനന്തരം മദനാർത്തിയിൽ മുഴുകി പലതരം കന്ദർപ്പലീലകളാടി ദേശസഞ്ചാരം ചെയ്യുന്ന വേളയിൽ മന്ദരഗിരിയുടെ സാനുപ്രദേശത്ത് എത്തിയപ്പോൾ ആ ദമ്പതികൾക്ക് ഒരു പുത്രൻ ജാതനായി. കുഞ്ഞിനെ നിർദ്ദയം മലയോരത്തിൽ പരിത്യജിച്ചിട്ട് കാമലീല ലോലുപരായി അവർ ആ സ്ഥലത്തു നിന്നും നിഷ്ക്രമിച്ചു. അനാഥമായ നിലയിൽ ആ പൂമ്പൈതൽ കൈയും കാലും തല്ലി കിടന്ന് കരയുകയാണ്. ആരും പരിചരിക്കാനോ സ്തന്യം നൽകാനോ അരികത്തില്ല. ആ സമയം ആകാശവീഥിയിൽ പരമശിവൻ ശ്രീ പാർവതിയും ഒരുമിച്ച് വിനോദാർത്ഥം സഞ്ചരിക്കുകയായിരുന്നു. കുട്ടിയുടെ രോദനം കേട്ടവർ പെട്ടെന്ന് നിലത്തിറങ്ങി. ദേവി കാരുണ്യപൂർവ്വം കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിന് സ്തന്യം നൽകി. നീ എൻ്റെ ഭക്തോത്തമനായി വാഴുക എന്ന് അംബികാപതി അനുഗ്രഹവും നൽകി. അവന് സുകേശൻ എന്ന് ഭഗവാൻ നാമകരണം ചെയ്തു. തൽക്ഷണം തന്നെ ശിവമഹിമയാൽ അവിടെ ഒരു ആലയം ഉണ്ടായി. മനോഹരമായ ഒരു വനനഗരം. കുട്ടിയും പെട്ടെന്ന് യൗവനയുക്തനായി വളർന്നു. ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച് പുത്ര സമ്പത്തോടുകൂടി വാഴുക എന്ന് ഗിരിമകൾ അനുഗ്രഹിച്ച് തിരോഭൂതയായി. അതോടൊപ്പം മഹാദേവനും മറഞ്ഞു. പരമശിവപ്രസാദത്താൽ ഉണ്ടായ ആ വനനഗരം ശില്പസുന്ദരമായ ഒരു ആകാശപുരമായി പ്രശോഭിച്ചു. ആ വനനഗരത്തിൽ സുകേശൻ പരമാനന്ദ സൗഖ്യത്തോടെ വാഴാൻ തുടങ്ങി. ഗ്രാമണി എന്ന ഗന്ധർവരാജൻ വേദവതി എന്ന തൻ്റെ പുത്രിയെ സുകേശന് പത്നിയായി നൽകി. അവളിൽ മാല്യവാൻ, സുമാലി, മാലി എന്ന 3 നന്ദനന്മാർ അദ്ദേഹത്തിന് കാലാന്തരത്തിൽ ഉണ്ടായി. അതിബലഭുജ പരാക്രമശാലികളായി തീർന്ന അവർ മേരുപർവ്വതത്തിൽ പോയി പത്മസംഭവനെ തപസ് ചെയ്ത് ഇഷ്ടവരങ്ങളും കൈവരിച്ചു. അതിനുശേഷം തങ്ങളുടെ പ്രതാപം പ്രകടമായി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി അവർ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ചേതോമോഹനമായ ഒരു നവീന പുരമുണ്ടാക്കാൻ ആജ്ഞാപിച്ചു. പണ്ട് ദക്ഷിണ സാഗരത്തിലുള്ള ത്രികൂട ശൈലത്തിന്റെ ഉപരിതലത്തിൽ
ദേവേന്ദ്രന്റെ ആജ്ഞയാൽ ഒരു രമണീയപുരം താൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും അതിന്റെ പേര് ലങ്ക എന്നാണെന്നും അത് ഏറ്റവും യോഗ്യമായതും പുകൾപെറ്റതുമായ ഒരു നഗരിയാണെന്നും സുരശില്പി സുകേശസുതന്മാരെ അറിയിച്ചു. അതനുസരിച്ച് മാല്യവാനും അനുജന്മാരും അവിടെ പോയി അതുല്യ പ്രഭാവത്തോടെ വാഴാൻ തുടങ്ങി. നർമ്മദയെന്ന ഗന്ധർവമാനിനിയുടെ സുന്ദരാംഗികളായ 3 നന്ദിനികളെ അവർ 3 പേരും യഥായോഗ്യം വിവാഹം കഴിച്ചു. മാല്യവാന്റെ പത്നിയുടെ പേര് സുന്ദരി എന്നും സുമാലിയുടെ ഭാര്യാനാമം കേതുമതി എന്നും മാലിയുടെ പത്നിനാമം വസുധ എന്നുമായിരുന്നു. മാല്യവാന് 7 പുത്രന്മാരും അനല എന്ന ഒരു പുത്രിയും ഉണ്ടായി. സുമാലിക്ക് 10 പുത്രന്മാരും 4 പുത്രികളും ജാതരായി. മാലിക്ക് 4 പുത്രന്മാരാണ് ഉണ്ടായത്. ഈ 3 സഹോദരന്മാരും തങ്ങളുടെ തനയന്മാരും പടയോടുകൂടി ലോകം മുഴുവനും ആക്രമിച്ച് പല ഘോര പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി. വരബലത്താലും ഭുജബല പരാക്രമത്താലും നിർഭയ സാഹസികതയാലും അവരെ ജയിക്കാൻ മണ്ണിലും വിണ്ണിലും ആരുമില്ലെന്നുള്ള മട്ടായി. മാനവരും വാനവരും താപസന്മാരും യക്ഷ ഗന്ധർവ കിന്നര കിംപുരുഷാദികളും പ്രാണഭീതിയോടെ അവരവരുടെ സ്വസ്ഥാനങ്ങൾ വെടിഞ്ഞ് ഒളിവിൽ ഗുഹകളിലും വനാന്തരങ്ങളിലും അഭയം തേടി. ദേവലോക പൂങ്കാവനമായ അമരാവതി അവർ തല്ലിത്തകർത്തു. അമരനാഥനെ അവർ ആട്ടിയോടിച്ചു. ഈ ദുസ്ഥിതിക്കൊരു പരിഹാരം നേടുവാൻ വേണ്ടി ദേവകളും മുനിവൃന്ദങ്ങളും എല്ലാവരും കൂടി കൈലാസത്തിലെത്തി പാർവതീ രമണനെ കണ്ട് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. എന്റെ ഭക്തനും പുത്രഭാവത്തിൽ വളർന്നവനുമായ സുകേശന്റെ സുതന്മാരെ ഞാൻ വധിക്കുന്ന ധർമ്മമല്ല. നിങ്ങൾ വൈകുണ്ഠത്തിൽ പോയി ശ്രീനാരായണ മൂർത്തിയെ കണ്ട് സങ്കടം ഉണർത്തിക്കുക. അദ്ദേഹം ഇതിന് പരിഹാരമുണ്ടാക്കി തരുമെന്ന് പുരവൈരി അരുളി ചെയ്തതനുസരിച്ച് അവർ ഹരിമന്ദിരത്തിലെത്തി മുരവൈരിയോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ദേവന്മാർ കൈലാസത്തിലും വൈകുണ്ഠത്തിലും എത്തി തങ്ങളുടെ സങ്കട നിവേദനങ്ങൾ സമർപ്പിച്ചു എന്ന് കേട്ട് മാല്യവാൻ ക്രോധത്തോടുകൂടി അനുജന്മാരോടും അനുചരന്മാരോടും പടയോടും കൂടി നിർജ്ജര ലോകം വീണ്ടും ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ആ സമയം ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് നിശീചരന്മാരുമായി ഒരു അതിഘോര സമരം നടത്തി. ആ യുദ്ധത്തിൽ മാലി കൊല്ലപ്പെട്ടു. മാല്യവാൻ അസ്ഥിപഞ്ജരം തകർന്ന് അവശനായി തെറിച്ചു വീണു. രാക്ഷസപട ഒട്ടുമുക്കാലും നശിച്ച് കാലപുരി പോകി. അത് കണ്ട് ഭയപ്പെട്ട സുമാലി ശേഷിച്ച പടയോടും കൂടി ഓടി ലങ്കയിലെത്തി ഒളിച്ചിരുന്നു. മുകിൽവർണ്ണന്റെ വൈഷ്ണവ വിശിഖ പ്രഭാവത്താൽ രക്ഷോവരന്മാർക്ക് അവിടെയും ഇരിക്കപ്പൊറുതിയില്ലാതെയായി. അപ്പോഴത്തേക്ക് മാല്യവാനും അവിടെ അവശനായി എത്തി. ഒടുവിൽ എല്ലാവരും കൂടി ആലോചിച്ച് ശേഷിച്ച രാക്ഷസന്മാരോടും ഭാര്യാസന്തതികളോടും കൂടി മാല്യവാനും സുമാലിയും ലങ്ക വെടിഞ്ഞ് പാതാളത്തിൽ അഭയം പ്രാപിച്ചു. അപ്രകാരം നക്തഞ്ചരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ലങ്കയിലാണ് പൗലസ്ത്യപുത്രനായ വൈശ്രവണൻ വിശ്രുതിയോടെ വാഴാൻ തുടങ്ങിയത്. രാക്ഷസന്മാർ പാതാളത്തിൽ പോയി ഒതുങ്ങിക്കഴിഞ്ഞു. വളരെ കാലം കഴിഞ്ഞപ്പോൾ സുമാലിക്ക് ഒരു ആഗ്രഹം. ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും? ലങ്ക ഇപ്പോൾ ഭരിക്കുന്നത് ആരായിരിക്കും? അപ്പോൾ അവിടം വരെ ഒന്ന് പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു ദിവസം സുമാലി പുത്രിയായ കൈകസിയും ഒരുമിച്ച് മറ്റാരോടും പറയാതെ ഗൂഢമായി പാതാളത്തിൽ നിന്നും ലങ്കയുടെ പരിസരത്തെത്തി. അവിടെ ചുറ്റി നടക്കുമ്പോൾ ദിവ്യശ്രീ വിളയാടുന്ന ആകൃതിയോടു കൂടിയ ഒരു പുരുഷൻ അതുല്യ പദവിയോടും അളവറ്റ ആർഭാടത്തോടും കൂടി മനോഹരമായ ഒരു വിമാനത്തിൽ അമ്പരമധ്യേ സഞ്ചരിക്കുന്നതായി കണ്ട് അന്വേഷിച്ചപ്പോൾ അത് വിശ്രവസ് മുനിയുടെ പുത്രനായ വൈശ്രവണനാണെന്നും അദ്ദേഹമാണ് ഇപ്പോഴത്തെ ലങ്കാധിപതിയെന്നും പുഷ്പസംഭവൻ ദാനം ചെയ്ത പുഷ്പക വിമാനമാണതെന്നുമൊക്കെ സുമാലി അറിഞ്ഞു. ഇങ്ങനെ ഒരു പുത്രൻ തനിക്കുണ്ടായെങ്കിലോ എന്ന് ആ രാക്ഷസപ്രവരൻ ആഗ്രഹിച്ചു. അവൻ കൈകസിയോടായി പറഞ്ഞു, മകളെ, ആ വിമാനത്തിൽ പോയ പുരുഷനെ നീ കണ്ടോ? അവനാണ് ഇപ്പോഴത്തെ ലങ്കാധിപതിയായ വൈശ്രവണൻ. ദിക്പാലകത്വവും കുബേരത്വവും സിദ്ധിച്ച മഹാഭാഗ്യശാലിയാണവൻ. യക്ഷന്മാരുടെ രാജാവുമാണ്. എന്തൊരു പ്രതാപം! മക്കളുണ്ടായാൽ ഇങ്ങനെ ആവണം. അവന്റെ പിതാവ് പുലസ്ത്യപുത്രനായ വിശ്രവസ് എന്ന മുനിയാണ്. അതാണ് ഈ യോഗ്യതയ്ക്കെല്ലാം കാരണം. മഹർഷികളുടെ മക്കൾ മോശക്കാരായി തീരുകയില്ല. യക്ഷനാണെങ്കിൽ എന്ത്? പക്ഷീന്ദ്രവാഹനനേക്കാൾ പ്രതാപശാലി. പിതാവിന്റെ ഉദ്ദേശം ബുദ്ധിമതിയായി കൈകസി ധരിച്ചു. അവൾ സാവധാനം പറഞ്ഞു, അങ്ങനെ ഒരു പുത്രനുണ്ടായി കാണാൻ അച്ഛന് മോഹമുണ്ടെങ്കിൽ ഞാനത് സാധിപ്പിച്ചു തരാം. അച്ഛൻ വിഷമിക്കേണ്ട. ഞാൻ അവിവാഹിതയാണെങ്കിലും
ആ പോയ വൈശ്രവണനേക്കാൾ ത്രിഭുവന വിക്രമനായൊരു പുത്രനെ ഞാൻ സമ്പാദിക്കും. ഞാനും ആ മുനിയെ ചെന്ന് കണ്ട് സന്താനഭിക്ഷ യാചിക്കും. പിതാവിനോട് യാത്രാനുവാദവും വാങ്ങി കൈകസി നേരെ വിശ്രവസിന്റെ ആശ്രമപാഠത്തിലേക്ക് തിരിച്ചു. സുമാലിയുടെ മായാശക്തിയാൽ നിഷ്പ്രയാസം അവൾ അവിടെ എത്തിച്ചേർന്നു. ഒരു നിറഞ്ഞ സന്ധ്യാസമയം. മാമുനീന്ദ്രൻ സന്ധ്യാസ്നാനത്തിനായി ഗംഗാതടത്തിലേക്ക് പോവുകയാണ്. നവയൗവനം തികഞ്ഞ ഒരു തരുണി അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഭക്തിപൂർവം തൊഴുതുകൊണ്ടു നിന്നു. അഞ്ജന കറുമ്പി, എന്നാലും ആകർഷണീയമായ അഴക് അവളിൽ പരിരമ്യമായി വഴിഞ്ഞൊഴുകുന്നുണ്ട്. വിശ്രവസ് ചോദിച്ചു, ഹേ യുവതീരത്നമേ, നീ ആര്? എന്തിനായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് മാർഗതടസ്സം ചെയ്യുന്നു? കൈകസി തൊഴുകൈയോടെ വിനയപുരസരം അറിയിച്ചു. അടിയൻ ഒരു രാക്ഷസ തരുണിയാണ്. ഭർത്താവില്ല. പേര് കൈകസി എന്ന്. സന്താന ഭിക്ഷയ്ക്ക് വേണ്ടി നിന്തിരുവടിയുടെ തിരുമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അടിയനെ അനുഗ്രഹിക്കണം. കൈകസി, ഈ സന്ധ്യാസമയത്ത് സന്താനമുണ്ടായാൽ അവർ ദുർബുദ്ധികളും ദുഷ്ടന്മാരുമായി തീരും. അവിടുത്തെ സന്താനം ദുഷ്ടനും ദുർബുദ്ധിയുമായി തീരുമെന്ന് അടിയൻ വിചാരിക്കുന്നില്ല. അടിയനെ അനുഗ്രഹിക്കണം. ആ കരിമീൻ കണ്ണി കമലാസന പൗത്രന്റെ കഴലിണകളിൽ 4 തവണ ആവർത്തിച്ചാവർത്തിച്ച് വീണ് സന്താനഭിക്ഷ യാചിച്ചു. വിശ്രവസ് അവളെ 4 തവണ മാറോടടുക്കി ചേർത്ത് പുണർന്നു. അനന്തരം ആശീർവദിച്ചു. കൈകസി, നിനക്ക് 4 സന്താനങ്ങൾ ലബ്ധമാകും. മൂത്ത പുത്രൻ 3 ലോകത്തെയും വിറപ്പിക്കുന്ന ഒരു വീരപരാക്രമിയായിരിക്കും. ഒടുവിലത്തെ പുത്രൻ അത്യുത്തമ വിഷ്ണുഭക്തനും നീതിമാനുമായിരിക്കും. അവളുടെ ആനനത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെയുള്ള ഒരു പ്രകാശം മിന്നിത്തെളിഞ്ഞു. ഭക്തിപൂർവം വിശ്രവസിനെ വന്ദിച്ച് അവൾ അതിവേഗം പിതൃസന്നിധിയിലെത്തി നടന്ന സംഭവങ്ങൾ അഖിലവും പറഞ്ഞു കേൾപ്പിച്ചു. മകളുടെ ഭാഗ്യോദയം ഓർത്ത് സുമാലി അത്യന്തം സന്തുഷ്ടനായി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.